മലയാളം കുളിരടിക്കുന്നു. പൊന്നിൻ ചിങ്ങം വന്ന് ഓണം വന്ന്. നമസ്കാരം. സൂര്യ ടിവിയുടെ ഓണാഘോഷത്തിലേക്ക്, നേരം പോക്കിന്റെ ഈ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മലയാളികൾക്ക് മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് പേർക്ക്, കേരളീയർക്ക് പ്രത്യേകിച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഘോഷമാണ് അല്ലെ. അതിന്റെ കൂടെ കോമഡിയുടെ, തമാശയുടെ ഒരു നർമ്മം കൂടി നമ്മുടെ ഇടയിലേക്ക് വന്നാലോ? ഗംഭീരാന്ന് ഞാൻ പറയാത്തന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പൊ നമ്മുടെ ലൈഫിൽ, ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ തമാശയ്ക്കുള്ളൊരു സ്ഥാനം ഒരുപാട് വലുതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വലിയ താരങ്ങൾ മുതൽ വലിയ താരങ്ങൾ വരെ പങ്കെടുക്കുന്ന ഒരു കൊച്ചു കോമഡിയായി ഒരു ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, നേരം പോക്കിന്റെ ഈ ഒരു ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഈ നേരം പോക്കിന്റെ ആഘോഷം എന്ന് പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, ഒരുപാട് തമാശകളാണ് നമുക്കുള്ളത്. നമുക്ക് നേരം പോകുന്നത് എങ്ങനെയാന്ന് അറിയ പോലും ഉണ്ടാവില്ല. അപ്പൊ താരങ്ങൾ ആരാണ്, താരങ്ങൾ ആരൊക്കെയാണ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഓണത്തല്ല്, ഓണപ്പൂക്കളം, ഓണത്തല്ല് ഉണ്ടാവരുതെന്ന് മാത്രമേ എന്റെ പ്രാർത്ഥന ഉള്ളൂ. ഓണപ്പൂക്കളം, ഓണസദ്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സൂര്യ ടി വി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ആരൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഹലോ, ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞല്ലോ. നമസ്കാരം. സൂര്യ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ തിരുവോണത്തിൻ്റെ നല്ല നാളിൽ നിങ്ങൾക്ക് ഓണസദ്യയിൽ ആദ്യത്തെ വിഭവം വിളമ്പുന്നത് ഞാനാണ്. അതായത് കുറച്ച് ഉപ്പേരി, ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം, അല്പം ഉപ്പ്, അതുപോലെ തന്നെ കുറേ അത്യാവശ്യം നല്ല നല്ല നേരം പോക്കുകളും. അപ്പോൾ നമ്മുടെ ഓണസദ്യ വിളമ്പാൻ എല്ലാവരും റെഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോമഡി താരങ്ങൾ, നമ്മുടെ ഒരുപാട് ചിരിപ്പിച്ച താരങ്ങൾ എന്ന് പറയാം, ആ താരങ്ങളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഈ നേരം പോക്കിന്റെ ഓണവിശേഷങ്ങളുമായി. അപ്പൊ ആരൊക്കെയൊന്ന് പരിചയപ്പെടല്ലേ? അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങുകയാണ്. ഒരുപാട് മിമിക്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സകലകലാവല്ലഭൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉന്നത സ്ഥാനീയൻ, ഒരുപാട് തവണ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച നാരായണൻ ചേട്ടനാണ്. പിന്നെ ഉള്ളത് ചെറുതാണെങ്കിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഒരുപാട് ഞെട്ടിച്ച ഒരു പക്രുചേട്ടനാണ്, ഗിന്നസ് പക്രുചേട്ടനാണ്. പിന്നെ നമ്മളോടൊപ്പം ഉള്ളത് സംസ്ഥാന പ്രസിഡന്റ്, അതായത് മിമിക്രി അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും മിമിക്രി ആർട്ടിസ്റ്റും ആയ സാജൻ ചേട്ടനാണ്. നമസ്കാരം. ഇപ്പൊ എല്ലാവർക്കും ഓണാഘോഷത്തിലേക്ക് സ്വാഗതം. ആ ചേട്ടൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണ കാണുമ്പോ നമുക്ക് ഞെട്ടിക്കോ എപ്പോഴും മണം കാരണമാണോ? എനിക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി എന്നെ ഞെട്ടിച്ചാന്നൊക്കെ പറഞ്ഞു എനിക്കൊരു ഇൻട്രഡക്ഷൻ. ഞെട്ടിച്ചിട്ടുള്ളത് ബാലകേ നായർ ചേട്ടനും ഉമ്മർക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, സത്യമായിട്ട് ഞാൻ എപ്പോഴും പറയാം, നമ്മളെ ഒരു അത്രയും സംഭവമായിട്ട് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും, ഒരു വലിയ ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ ചെയ്യുമ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, അത് ഒരുപാട് പുകഴ്ത്തേണ്ട കാര്യം തന്നെയാണ്. പുകഴ്ത്തി പൊങ്ങി പോവോ? ഇല്ല, എത്ര പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പോകാൻ നേരത്ത് നമ്മൾ ഒരു എണി വെച്ച് ഇറക്കി വെച്ചിട്ട് വേണം പോകാൻ. അല്ല, അങ്ങനെ ഏഴി വെച്ചേ പോകുള്ളൂ, അല്ലാതെ പോകുന്നില്ല. വളരെ ഒന്നും വിചാരിക്കണ്ട. എങ്ങനെയാണ് ഓണം സെലിബ്രേഷൻസ് യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാവുക? ഞങ്ങളൊക്കെ മിമിക്രിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സെലിബ്രേഷൻസ് എന്ന് വന്നാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കലാപരിപാടിയാണ്, സ്റ്റേജ് ഷോയാണ് അല്ലേ? കാരണം ഇന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണം. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ട്രൂപ്പായിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഈ നല്ല ദിവസങ്ങളൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു സ്റ്റാൻഡിൽ ഒരു അവസാനം പിരിഞ്ഞു പോവുകയൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുണ്ട്. ഇപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ ഇന്നും പരിപാടി തിരക്കായിട്ട് തിരുവോണം അറിയാതെ 10 ദിവസവും ഓണം ആഘോഷിക്കാൻ വേണ്ടി ട്രൂപ്പൊക്കെ റെഡിയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഓണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഒരു 11 മണിക്ക്, രാവിലെ ഓണത്തിന് ഓണസദ്യ 11 മണിക്ക് വീട്ടിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവാം. പോയി ചിലപ്പോൾ അവിടെ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദൂരെയാണെന്നുണ്ടെങ്കിൽ 3 മണി 4 മണിയൊക്കെ ആയിരിക്കും.
അപ്പം മിക്കവാറും ഏതെങ്കിലും ഒരു സംഘാടകന്റെ വീട്ടിലായിരിക്കും ഓണസദ്യ. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് 1-2 വിഭവങ്ങൾ, പ്രത്യേകിച്ച് പറയേണ്ടത് പപ്പടം, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ പരിപ്പ്, ഇതൊക്കെ മൂഡ് ഔട്ട് ആയിട്ടുണ്ടാവും. പപ്പടത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരുമാതിരി ഇങ്ങനെ ആയിപ്പം, കാരണം അത് എടുക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായൊരവസ്ഥ തന്നെയാണ്, പാമ്പാട പോലെയാവും. അതുപോലെ തന്നെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാത്തിരുന്ന് മുഷിഞ്ഞ ചില കാമുകിമാരുടെ അവസ്ഥയിലായിരിക്കും. ഭയങ്കര അപ്പൊ അതിന്റെ ഒരു അങ്ങനത്തെ സംഭവമായിരിക്കും കിട്ടാറ് നമുക്ക് സദ്യ, ഓണസദ്യ. അത് വളരെ രസമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാം തുടങ്ങിയായി. അപ്പം നമുക്ക് ആ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കിട്ടുന്നതൊക്കെ എടുക്കും പ്രോഗ്രാംസ്. അത് എങ്ങി പോന്നോട്ടെ എന്ന് വയ്ക്കും. കാരണം ആ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണക്കാലത്ത് ഒരുപാട് തകര പോലെ ഒരുപാട് ക്ലബ്ബുകൾ മുളച്ചു വരും. അത് ഇപ്പം 4 പിള്ളേർ കൂടി കഴിഞ്ഞാൽ ഒരു ക്ലബ്ബാണ് അന്ന്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം, ഒരു മിമിക്രി വെച്ചേക്കാം, ഇന്ന ആൾക്കാരുടെ സാജമ്പുഴ എടുത്തിട്ടില്ല, നാരായണൻകുട്ടി, പക്രു, ഇങ്ങനെ പല ആൾക്കാരെയും വെച്ചിട്ട് അവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിരിവും കാര്യങ്ങളെല്ലാം അന്ന് തന്നെ വൈകുന്നേരം പ്രോഗ്രാം തീരുന്നു, അന്ന് തന്നെ ക്ലബ്ബ് തല്ലിപ്പിരിയും. കാരണം കാശിന്റെ കാര്യത്തിൽ അതാണ് അവസ്ഥ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ 1 പ്രോഗ്രാം, 2 പ്രോഗ്രാം, 3 പ്രോഗ്രാം, 4മതൊക്കെ പ്രോഗ്രാം എടുത്തിട്ട് ഭയങ്കര വിഷയമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഇവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൽ വരും. TV മാധ്യമത്തിന്റെ വളർച്ചയോടുകൂടി എല്ലാവരും ഇപ്പൊ എനിക്ക് തോന്നുന്ന ക്ലബ്ബ് വളരെയധികം ചുരുങ്ങി. പല പറമ്പുകളും കേരളത്തിൽ ഇല്ലാതെയായി. പറമ്പുണ്ടെങ്കിലേ ക്ലബ്ബ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ വേണം. റോട്ടിൽ ഒരു സ്റ്റേജ് ഇടാനും പറ്റുന്നില്ല. അമേരിക്ക മാത്രമേ ജംഗ്ഷൻ ഉള്ളൂ. അങ്ങനത്തെ ഒരു അത് അപ്പൊ മൊത്തത്തിൽ അങ്ങനെ ആരുടെയെങ്കിലും പറമ്പിൽ, ഒഴിഞ്ഞൊരു പ്രദേശം, അവിടെ സംഘടിക്കാനുള്ള പിള്ളേരുണ്ടെങ്കിലും നടക്കുള്ളൂ. ഇപ്പൊ അവരൊന്നും അല്ല. ശരിക്കും വീട്ടിലിരുന്നാൽ മഞ്ഞ് കൊള്ളാതെ, മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ, കയ്യിൽ റിമോട്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഓണം വന്നു പോയത് എന്താണെന്ന് അറിയാൻ പറ്റും. പണ്ട് അതൊന്നും ഇല്ലാതെ ഓണം വരുന്നത് അറിയണത്, അമ്മമാരറിയണത് ഓണച്ചന്ത എറണാകുളത്ത് തുടങ്ങിയുള്ള ബോർഡ് കാണുമ്പോഴാണ്. പിന്നെ ഓണക്കോടികളും സംഭവങ്ങളൊക്കെ എടുക്കുന്നതാണ് അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്തം. മക്കൾ അറിയുന്നത് ഓണപരീക്ഷ വരുമ്പോഴാണ് ഓണം വരവായെന്ന് അറിയണത്. ഞങ്ങളെപ്പോലുള്ള മിമിക്രി കലാകാരന്മാർ ഓണ കാസറ്റ് ചെയ്യാൻ പ്രൊഡ്യൂസർ വിളിക്കുമ്പോഴാണ് ഓണത്തിന്റെ വരവ് അറിയണത്. അന്ന് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഇപ്പൊ നിരത്തുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വടംവലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് തന്നെ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഞാൻ നോക്കിയിട്ട് ആൾക്കൂട്ടം കാണുന്നത് നമ്മുടെ ബ്യൂറോയിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. കാരണം അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. കാശുള്ളവർ സ്റ്റോറേജ് ഓണം, കാശില്ലാത്തവന് ആവറേജ് ഓണം, അച്ഛനമ്മമാർക്ക് ബീവറേജ് ഓണം, TV മാധ്യമങ്ങൾക്ക് ഫുൾ കവറേജ് ഓണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓണം. ഓണക്കോടിയെന്ന് പിള്ളേരോട് പറഞ്ഞ അവർ ആദ്യം പറയുന്നത് ബമ്പർ ടിക്കറ്റ് ആണെന്ന് ചോദിക്കുന്നത്. ഓണസദ്യ എന്ന് പറയുന്നത് ഓണസദ്യ എന്നല്ല പറയുന്നത്, ഹോട്ടൽ സദ്യ എന്നാണ് പറയുന്നത്. ആർപ്പോ ഇറോ ഇല്ല, ആർപ്പോ എന്നെ വിടറോ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ, അതായത് കോട്ടയത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകും, യാത്ര ചെയ്യുന്ന സമയമുണ്ട്. അപ്പൊ അച്ഛമ്മ ഇങ്ങനെ കാത്തിരിക്കുക കുഞ്ഞുമക്കൾ വരുന്നതാണ്. ഇതുപോലെ എല്ലാവരും വരും. വന്നിരിക്കുമ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഒത്തുകൂടലിനൊക്കെ അവസരമുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ കറികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇത്രയും കറികൾ എനിക്ക് തോന്നുന്നത് ഒരു ഇലയിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അല്ലെ ഒരു ഇലയിൽ ഇത്രയും വിഭവങ്ങൾ വരുന്ന ഒരു ഫുഡിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഓണസദ്യ തന്നെ. ഇപ്പൊ വാഴയിലേക്ക് പകരം ഇപ്പൊ പ്ലാസ്റ്റിക് ഇലയാണ്. SpiceJet now connects Trivandrum to Calicut, Hyderabad, Mumbai and Nandan at great fares. For more information, log on to spicejet.com. Bema Jewels, MG Road, Kochi, TB Road, Kottayam, Rotary Junction, തൊടുപുഴ. ഏവർക്കും ജയലക്ഷ്മിയുടെ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. ചുങ്കത് ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങളുടെ സ്വർഗതീരം. എല്ലാ പ്രേക്ഷകർക്കും വികാസ് നൈറ്റീസിന്റെ ഓണാശംസകൾ. ഓണാശംസകളുമായി ഏവർക്കും ലാൻഡ് ലിങ്ക്സിന്റെ ഓണാശംസകൾ. ലാൻഡ് ലിങ്ക്സ് ഡെവലപ്പേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. ഏവർക്കും ജയലക്ഷ്മിയുടെ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. 1 2 3 4 9 സ്വാദുള്ള പായസം അനായാസം തയ്യാറാക്കാൻ ഡബിൾ ഹോസ് പായസം മിക്സ്. ഇനി പായസം അനായാസം. Let's get down to the basics of life. The modern man loves his shoes. J-Man will always lose. I love my clothes and this is why girls always pick the well-dressed guy. I am what I am, happy
like a man. Basics Life now across 12 stores in Kerala. മുറ്റത്തും മനസ്സിലും സമൃദ്ധിയുടെ പൂക്കളങ്ങളുമായി വീണ്ടും ഒരു പൊന്നോണം. നിങ്ങൾക്കേവർക്കും മലബാർ ഗോൾഡിനൊപ്പം എന്റെ ഓണാശംസകൾ. മലബാർ ഗോൾഡ്, ആത്മബന്ധത്തിന്റെ സ്വർണ്ണ സ്പർശം. ഏവർക്കും ജയലക്ഷ്മിയുടെ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. ഓണത്തിന്റെ വിശേഷങ്ങളായി നേരംപോക്കിന്റെ ഈ ഓണവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഒരുപാട് ഓണത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. പണ്ടത്തെ കാലത്തെ ഓണം ഞാൻ ഡിസൈൻ ചെയ്ത ഈ ഓണപ്പൂക്കളം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബക്രു പറഞ്ഞതിൽ അർത്ഥമുണ്ട്. പുള്ളി ഡിസൈൻ ചെയ്ത ഈ സാധനം എങ്ങനെയുണ്ടെന്ന് സമ്മതിക്കേണ്ടത് പുള്ളിനെയല്ല, ഈ ഡിസൈൻ ചെയ്ത ആളെ. ഈ പൂക്കളൊക്കെ ഇട്ട് അത് ശരി. ഞാൻ പോയിട്ടായിരിക്കും ഇത്രയും ഭംഗി. പൂവിളി പൂവിളി പൊന്നോണമായി എന്നാണ് പറഞ്ഞത്. ഇവിടെ നിലവിളി നിലവിളി പൊന്നോണമായി എന്നാലും സമ്മതിച്ചു തന്നിരിക്കുന്നു. പൂവിട്ട് നമ്മൾ ഇവിടെ നിന്ന് പൂവിട്ടിട്ട് അവിടെ പോയി എന്നെ ഓണത്തപ്പൻ എന്ന് വിളിച്ചാൽ ഞാൻ മറന്നിട്ടില്ല. ഓണത്തപ്പാന്ന് വിളിച്ചാൽ മറന്നിട്ടില്ല. അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓണത്തമ്മന്നാക്കായിരുന്നില്ലേ? അല്ല, സത്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഓണത്തമ്മയുടെ രൂപം ഇതായിരിക്കും. ഞാൻ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറയുന്നത്. ഓണത്തമ്മ ഓക്കെ. പിന്നെ നമ്മൾ പറയാറ് ഓണത്തപ്പ കൊടവേറാന്ന. ഈ കൂട്ടത്തിൽ ആരാവും അത്? ഓക്കെ, അതെ. അപ്പൊ സിനിമ ഫുഡാന്നേ യഥാർത്ഥത്തിലേ അജയ, ഈ ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഓണക്കോടി ഉടുക്കുക, ഊഞ്ഞാലാടുക, പിന്നെ ധനുമാസത്തിലെ തിരുവാതിര ഒന്ന് ഓർമ്മപ്പെടുത്തുക, പിന്നെ ഓണവസ്ത്രങ്ങൾ ഓണക്കളൊക്കെ ഇടുക. ഓണക്കളം ഇടുക എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ റെഡിമെയ്ഡാ. എല്ലാവരും ഒരു റീത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അത് അടുക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറിലേക്ക് വെച്ചിട്ട് അടുത്ത പോലെ അലമാരുടെ പുറത്ത് നടക്കുക. കുട്ടികളുടെ ഇടയിൽ അങ്ങനെയാണ്. തുമ്പപ്പൂവാണ് ഈ ഓണപ്പൂക്കളത്തിലെ ഏറ്റവും മെയിൻ പൂ. തുമ്പപ്പൂ കണി കാണാൻ പോലും കിട്ടുന്നില്ല. തുമ്പപ്പൂ ആരും പറിക്കുന്നതും കാണുന്നില്ല. ശരിക്കും നമ്മൾ ഓണം കൊണ്ടാടുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടാടുകയാണ് ഓണം. ഓണം കൊണ്ടാടുന്നത് യഥാർത്ഥത്തിൽ കേരളമല്ല, തമിഴ്നാടാണ്. കാര്യം തമിഴ്നാടിന്റെ അരി നമ്മൾ വാങ്ങിക്കുന്നു, അവർക്ക് കാശ് കിട്ടുന്നു. തമിഴ്നാടിന്റെ പച്ചക്കറി നമ്മൾ വാങ്ങിക്കുന്നു, അവർക്ക് കാശ് കിട്ടുന്നു. തമിഴ്നാടിന്റെ പൂക്കൾ ഇവിടെ വരുന്നു, നമ്മൾ വാങ്ങിക്കുന്നു. അപ്പൊ കാശ് കിട്ടുന്ന ആർക്കാണ്? തമിഴ്നാടിനാണ്. തമിഴ്നാടിന്റെ ദേശീയോത്സവമാണ് യഥാർത്ഥത്തിൽ. അല്ല, ഈ ഒരിക്കലും അമേരിക്കയിൽ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് കുട്ടികളുമായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പൂക്കളുടെ പേരുകളൊക്കെ കുട്ടികൾക്ക് അതുപോലും അവിടെയുള്ള കുട്ടികൾക്ക് അറിയില്ല. കാരണം പൂവൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ റെഡിമെയ്ഡ് ആണ്, അവിടെ വരുന്ന പൂക്കളാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു. ഓണത്തിനിടുന്ന പൂ, ഇപ്പൊ സാജംബായി പറഞ്ഞ പോലെ തന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൂ, അത് പ്രത്യേകിച്ച് അത്തം എന്ന് പറയുന്ന അന്ന് നമ്മൾ ഏത് പൂവാണ് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ അമേരിക്കയിലുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞത് തൂമ്പാപ്പൂ. തൂമ്പാപ്പൂ. ഞാൻ പറഞ്ഞു തൂമ്പാപ്പൂവല്ല, തുമ്പപ്പൂ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ അത്തരത്തിലുള്ള ഒരു നമ്മുടെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ പൂക്കളും അതുപോലെ ആഘോഷങ്ങളും ഒക്കെ തന്നെ പുറത്തുള്ള കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് ഒക്കെ ഇങ്ങനെ അന്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തലമുറയുടെ വ്യത്യാസത്തിൽ ശരിക്കും അറിയാനുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഓണത്തിന് 10 ദിവസം അവധി കിട്ടാൻ കാത്തിരിക്കും അമ്മയുടെ വീട്ടിലോ അച്ഛന്റെ വീട്ടിലോ പോകാൻ കുട്ടികൾ. ചിലവർക്ക് ഓണം എന്ന് പറയുന്നത് ഒരു ടൂറിന് പോക്കാം. ചിലർക്ക് ആ ഓണം എന്ന് പറഞ്ഞാൽ അന്നാണ് അച്ഛനും അമ്മയും, തിരക്കുള്ള അച്ഛനും അമ്മയും മക്കൾക്ക് കിട്ടുന്നത്. അങ്ങനെ വീട്ടിൽ ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക. ഇങ്ങനെ ഇപ്പോഴും ചെയ്തുകൊണ്ട് പോരുന്നവര് ഉണ്ടെങ്കിൽ അവരെ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ഇനി അടുത്ത തലമുറയിലേക്ക് ഇത് പോകുള്ളൂ. അല്ലാണ്ട് ഓണപ്പാട്ട് പാടാൻ പറയുമ്പോൾ അച്ഛൻ ബോണോ പാട്ടും കൊണ്ടുവരും, ഓണക്കോടി എടുക്കാൻ പോകുമ്പോൾ ഒരു ബമ്പർ ടിക്കറ്റും കൊണ്ടുവരും എന്ന് പോകുന്ന രീതിയിലായാൽ ഇതിന് ഓണമില്ല. പക്ഷെ ഓണം വളരെ മഹത്തായ, മഹാശക്തനും മഹാഭക്തനുമായ മഹാബലിയുടെ പേരിൽ നമ്മൾ ആഘോഷിക്കുന്ന ഓണമാണ്. ഞാനിവിടെ 2 നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാ. കാര്യം ഇവിടെ ആരും പിന്നെ നേരിട്ട് വന്ന് ഒന്നും ചെയ്യില്ല. കാര്യം അവനവൻ മേടിച്ച TV ആരും തല്ലി പൊട്ടിച്ച് കെട്ടാൻ പോകുന്നില്ല. ഓഫ് ചെയ്തിട്ട് മാറിയത്രേ ഉള്ളൂ. ഞാൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നെ തന്നെ. അല്ലല്ലോ, ഇന്ദ്രൻ സേട്ടന്റെ ശബ്ദം. ആയിക്കോട്ടെ. നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഒരു കവിതയായിട്ട് വരികയാണ്. ഇന്ദ്രൻ സേട്ടന്റെ സ്വതസിദ്ധമായ ശൈലി. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അമിതാഭ് ബച്ചൻ. ആരോ എന്റെ കാലിൽ പിടിക്കുന്നു, എല്ലുകൾ ഞുറുങ്ങുന്നു, അയ്യോ അയ്യോ. ഇനി ഫിലോമിന ചേച്ചി ഒരുപാട് പ്രോഗ്രാമുകൾക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. മിമിക്രിക്കാരെ അനുകരിക്കുന്ന ഏറ്റവും നല്ലൊരു ശബ്ദവും കൂടിയാണ്. അതെ അതെ, ചേച്ചിയും കവിതയായിട്ട് വരുവാണ്. തുമ്പി തുമ്പി വാവാ വെക്കട ബജി, നിന്റെ അമ്മന്റെ തെച്ചത്തിന്റെ വെക്കട ബജി. ആരാടാ പറഞ്ഞത്? അഞ്ചൂറാറ്റെ തോക്കാണുള്ളെങ്കിൽ അച്ഛമ്മയുടെ വെട്ടരാണുള്ളത്. ഈ എന്റെ മോനല്ലേടാ നീ.
ഞാൻ സത്യത്തിൽ എന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാരണം കോട്ടയം നസീർ, അതുപോലെ രമേശ് പിഷാരടി, ടിനി ടോം ഇവരൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. നമ്മൾ എന്തിനാണ് അതിൽ അവരും ആൾക്കാരും ആകാതെ തന്നെ വെറുതെ വിടണ ജീവിച്ചു പോയിക്കോട്ടെ. ഭീമ ജുവൽസ്, MG റോഡ് കൊച്ചി, TB റോഡ് കോട്ടയം, റോട്ടറി ജംഗ്ഷൻ തൊടുപുഴ. ഏവർക്കും ജയലക്ഷ്മിയുടെ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. ചുങ്കത് ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങളുടെ സ്വർഗതീരം. അരുൺ റെഡി, അരുൺ റെഡി, അരുൺ അരുൺ. ഇതൊരു കോമൺ പ്രോബ്ലമാണ്. ചെറുപ്പം മുതലേ ഇന്നവെയർ ഉപയോഗിച്ചില്ലെങ്കിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിരവധിയാണ്. സാധാരണ ഇന്നവെയറുകൾ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻസ് ആണ് പലരെയും അത് ധരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ശരിയായ മെഷർമെന്റ്, സയന്റിഫിക് ഷേപ്പ്, ക്വാളിറ്റി മെറ്റീരിയൽ, ആഗ്ന ആൻഡ് അഡോണിസ്. ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യും ജർമ്മൻ ടെക്നോളജിയുടെ മികവുള്ള കിറ്റെക്സ് ഇന്നോവേഴ്സ്, ഹെൽത്തി ആൻഡ് സേഫ് ഇന്നോവേഴ്സ്. ഏവർക്കും ലാൻഡ് ലിങ്ക്സിന്റെ ഓണാശംസകൾ. ലാൻഡ് ലിങ്ക്സ് ഡെവലപ്പേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. എല്ലാ പ്രേക്ഷകർക്കും വികാസ് നൈറ്റീസിന്റെ ഓണാശംസകൾ. ഏവർക്കും ജയലക്ഷ്മിയുടെ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. There's a diamond for every woman. Jose Alucas. MK Silks. Silk with styling. എന്നും നാടി നന്മയായി കിറ്റെക്സ് തോത്തി, കിറ്റെക്സ് തോത്തി, കിറ്റെക്സ് ധോത്തീസ്. God's own ധോത്തി. ദൈവത്തിന്റെ സ്വന്തം മുണ്ട്. ഏവർക്കും ലാൻഡ് ലിങ്ക്സിന്റെ ഓണാശംസകൾ. ലാൻഡ് ലിങ്ക്സ് ഡെവലപ്പേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. ഏവർക്കും ജയലക്ഷ്മിയുടെ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. Joy Lucas wishes all of you a very, very happy Onam. എല്ലാവർക്കും ജോളി സിൽക്സിന്റെ ഓണാശംസകൾ. MK Silks. Silk with styling. പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു കേട്ടു. അല്ല, അത് കേട്ടു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. എന്റെ സിനിമയുടെ പേര് കുട്ടിയും കോലും എന്നാണ്. കുട്ടിയാരാണ്? കുട്ടി ഞാനായിരിക്കും. കാരണം ഇന്ത്യയിൽ കുട്ടിയായിട്ട് അഭിനയിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. നാരായണൻകുട്ടി ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു കഥാപാത്രം ഒരുപക്ഷെ അദ്ദേഹം വന്നിരിക്കും. നാരായണൻകുട്ടി എത്ര വളർന്നാലും കുട്ടി തന്നെയാണ്. അതെ അതെ അതെ. പിന്നെ കോലിന്റെ കഥാപാത്രം, അതായത് ഒരു നായകൻ ഉയരമുള്ള, അത്യാവശ്യം നല്ല സൈസും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല മിടുക്കനായിട്ടുള്ള ഒരു ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതുമുഖത്തിനെയാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നടക്കുന്നു. നായികയെ ഇപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് ഫിലിംസിന്റെ ബാനറിൽ ശ്രീ അൻസാർ വാസ്കോയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പൂവേ 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 ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ. ഇന്ന് ഏതെങ്കിലും സിനിമയിൽ ഓണപ്പാട്ടുണ്ടോ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഉത്രാട പൂനിലാവൊക്കെ ഇന്നും പാടാൻ ഒരു സിനിമയിൽ പോലും അങ്ങനെ ഒരു ഓണപ്പാട്ട് വരുന്നില്ല. വരുമായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ഓണം വരാൻ ചാൻസ് മിക്കവാറും. അത് കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മാവേലി എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നും പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയായിരിക്കണം. കാരണം അല്ലെങ്കിൽ വാമനെ അന്വേഷിക്കുക, എന്നെ ഒന്നുകൂടി ഒന്ന് ചവിട്ടി താഴ്ത്തു. ഭഗവാന്റെ അവതാരങ്ങളിൽ ഈ നാടിന്റെ ഒരു മോചനത്തിന് വേണ്ടി മലയാള നാട്ടിൽ നല്ലതായിട്ട് ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയാ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് രത്നവല്ലി എന്നാണ് തോന്നുന്നത്. അതിന്റെ പേര് മകന്റെ പേര് ബാണഭട്ടൻ എന്നാണ് എനിക്ക് തോന്നണം. തൃക്കാക്കരപ്പൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കരയുമില്ലാത്ത മാവേലിക്കരക്കാണ് ആ പേര് വന്ന് ഇങ്ങനെ വീണ് കിടക്കണത്.
ഇത്രയും സംഭവങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരിന് കഞ്ഞി കുമ്പിളിൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിന്റെയും പിന്നിൽ ഓണവുമായി ബന്ധപ്പെട്ട് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് വെച്ചാൽ നീ എത്ര ഇതാണെങ്കിലും നീ അത് ഓണം നീ ആഘോഷിച്ചിരിക്കണം. അത് ദേശീയോത്സവമായിട്ട് വിതറിക്കൊടുത്ത ഓണത്തിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വീട്ടിലുണ്ടാവും. സോഷ്യലിസത്തിന്റെ ആഘോഷമാണ് കൊച്ചുകുട്ടികൾ മുതൽ അങ്ങേയറ്റം. എനിക്ക് തോന്നുന്നത് നിറപറയുടെ കലവറയുടെ അല്ലേ, കള്ളത്തരങ്ങളില്ലാത്ത ചതികളില്ലാത്ത അതിന്റെ മാവേലി ഭരിച്ചിരുന്ന നാടിന്റെ കേട്ടല്ലേ, മാവേലി നാടു വാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഈ ഒന്നുപോലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മിമിക്രിക്കാർ പറഞ്ഞത് ഈ സ്ലിമ്മായ പരുവത്തിലാണ് അല്ലെ. ബാലമരണങ്ങൾ കേൾപ്പെട്ടില്ല, ഒരു ബാലൻ എന്ന് പേരായ ആരും മരിക്കുന്നില്ല, ആദികളും വ്യാധികളും ഇല്ല, ചിക്കൻപനി, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, നേന്ത്രപ്പനി, ഒരു പനിയില്ലാത്ത ഒരു കാലം. അപ്പൊ അന്ന് ഹോസ്പിറ്റലില്ല, മനസ്സിലാക്കാനുള്ള പുള്ളിക്കാരി. ഈ പുള്ളിക്കാരി ഡോക്ടറാകട്ടോ, എന്താ ശരിയല്ലേ? അന്ന് എനിക്ക് തോന്നുന്നു മാവേലിയുടെ കാലത്ത് ഹോസ്പിറ്റലുണ്ടോ? മാവേലി ഇന്ന് ഭരിച്ചിരുന്നെങ്കിൽ നിങ്ങളുണ്ടോ? പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഇന്ന് എത്ര പോലീസുകാരാണെന്ന് അറിയാമോ വീട്ടിൽ നിന്ന് ഓണം ഉണ്ണാൻ പറ്റാതെ എല്ലാ സ്ഥലത്തും ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്? പണ്ട് ഒരാളെ നിയന്ത്രിക്കാൻ 10 പേര് മതിയെങ്കിൽ ഇന്ന് ഒരാളെ നിയന്ത്രിക്കാൻ 100 പേര് വേണം. പോലീസിൽ ചേർന്നാൽ നമുക്ക് വേണ്ടി അതിർത്തി കാത്തിങ്ങനെ നിൽക്കുക. അവരുടെ വേദനയും കഷ്ടപ്പാടും നമ്മൾ അറിയുന്നില്ല. അവരിന്ന് നമ്മളിപ്പോ ഓണം എങ്ങനെയെങ്കിലും ഉണ്ണുന്നുണ്ട്, അവർക്ക് ഇതുപോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന ആ നല്ല നാൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ലീമേ വാടൂനാടുണ്ണി വാലം കാരുമരെല്ലാരും നോവോലെ പോ ദേതോദമോ വാക്കും ശിവലം കാ പുർങ്ങാത്തപ്പാനൂത്ത ഇല്ല ടീമോ ഇല്ലമീള്ളക ഇല്ലാമ്യുരിച്ച ഇല്ലമീള്ളോളെ നംജവാളി പോ യുമ്രബ ഇള്ളക യുമിനാറിച്ചേ ഇൾങ്ങത്തരള്ളക ഇല്ലമീറ്റോമാ ഇല്ലമിറ്റോ മാലിമേ വാടൂന അതല്ല ഈ പാട്ട് കേൾക്കുന്ന ചേച്ചിമാരൊക്കെ ഇങ്ങനെ ചാനലിൽ മാറ്റി വെച്ച് നോക്കുമ്പോ ഈ പാട്ട് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ അവര് എല്ലാം അറബി ചാനൽ വരണമെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ ഈ പാട്ട് അങ്ങനെ തിരിച്ചെല്ലാം വരണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. ബൂമറാങ് പോലെ തിരിച്ചൊക്കെ വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അച്ഛനും അമ്മനെയും കാണാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്നിരുന്ന പ്രവാസി മലയാളിയുണ്ട്. ഇന്ന് മക്കള് ഇവിടെ നിന്ന് അച്ഛനും അമ്മനെ അങ്ങോട്ട് വിളിക്കുക, നിങ്ങൾ അങ്ങോട്ട് പോകാം, നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് നേരം പോക്കുകൾ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സാജൻ പള്ളുരുത്തിയോടൊപ്പവും മിമിക്രിയിൽ ഏറ്റവും സീനിയറും അതുപോലെ എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന നമ്മുടെ നാരായണൻകുട്ടി ചേട്ടനോടൊപ്പവും അശ്വതിയോടൊപ്പവും ഒക്കെ കൂടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അജയനും സാജനും അശ്വതിക്കും നാരായണ നമ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നിങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നല്ല, ഹാപ്പി ഓണം എന്നാണ് പറഞ്ഞത്. ഹാപ്പി ഓണം മനസ്സിലുള്ളത് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണം എന്നായിരിക്കും. ഈശ്വര അപ്പൊ പറഞ്ഞ എന്റെ അടുത്തേക്ക് തന്നെ ഇതെല്ലാം കൂടി വന്നു. എന്തായാലും ഈ നേരം പോക്കിന്റെ ഓണക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് തമാശയും ഒരുപാട് രസങ്ങളും ഒരുപാട് നേരം പോക്കുകളായി ഇനിയും ഇവിടെ ഞങ്ങളുണ്ട്. ഞങ്ങളോടൊപ്പം ഈ സൂര്യ ടിവിയുടെ ഒപ്പം ഈ തിരുവോണ നാളിൽ ഓണാഘോഷത്തിന് പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഭീമ ജുവൽസ് ഹരിശ്രീ അശോകൻ ചട്ട് ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ ഗോൾഡ്, പ്യുവർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ ജുവൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ, മൈസൂർ. പവർഡ് ബൈ ഡബിൾ ഹോഴ്സ് പായസം മിക്സ്. ഇനി പായസം അനായാസം. കോ സ്പോൺസർഡ് ബൈ ഹാപ്പി വെഡിംഗ് വിത്ത് കല്യാൺ സിൽക്സ്. കൊച്ചി, കോട്ടയം, തൃശൂർ, കണ്ണൂർ, പാലക്കാട് ആൻഡ് ദുബായ്. ചുങ്കത്ത് ജുവലറി, സുവർണ്ണ സ്വപ്നങ്ങളുടെ സ്വർഗ്ഗതീരം. കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. ദ ചെന്നൈ സിൽക്സ്, MG റോഡ്, കൊച്ചി. TVS Vigo വിത്ത് ബോഡി ബാലൻസ്. ഷീമാട്ടി ഡിസൈനർ കോട്ടൺ സാരികൾക്ക് ലാർജ് ഫോർമാറ്റ് ബോഡി ഉള്ളി at ഷീമാട്ടി. ടാരോ പംപ്സ് ഫ്രം Texmo Industries. Malabar Golden Diamonds. Brides of India. Celebrate the beauty of life. Usha Home Appliances. Switch on to a new life. Basics Life. Shop like a man. Joy Alucas. സാധാരണ പ്രൈസ് ടാഗുകളെ മറന്നേക്കൂ. ജോയ് അലുക്കാസ് ക്ലിയർ പ്രൈസ് ടാഗിൽ വിശ്വാസമർപ്പിക്കൂ. സൺ ഡയറക്ട് DTH കേരളത്തിലെ നമ്പർ 1 DTH സർവീസ്.